നമസ്തേ. പണ്ട് ഊരിപ്പിടിച്ച കത്തിക്കും ഉയർത്തിപ്പിടിച്ച വടിവാളിനും നടുവിലൂടെ നടന്നുപോയൊരാൾ ചൂണ്ടിപ്പിടിച്ച വിരലുകൾക്കും ചൂഴ്ന്നിറങ്ങുന്ന ചോദ്യങ്ങൾക്കും നടുവിൽ നടുങ്ങിയിരിപ്പാണിപ്പോൾ. പോരാളി ഷാജി മുതൽ യെച്ചൂരി വരെ ഒളിഞ്ഞും തെളിഞ്ഞും തലങ്ങും വിലങ്ങും മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നുണ്ട്. പാർട്ടിയുടെ താഴെത്തട്ട് മുതൽ ഇങ്ങോട്ട് മുഖ്യമന്ത്രിയെ പേരെടുത്ത് കുറ്റപ്പെടുത്തുന്നുണ്ട്. അടപടലം തോറ്റതിന് ഒന്നാമത്തെ കാരണക്കാരൻ പിണറായിയാണെന്ന് വിലയിരുത്തിയത് CPI ആണ്. തൻ്റെ ദയനീയ തോൽവിക്ക് ഒരു കാരണം മുഖ്യമന്ത്രിയുടെ നിലപാടുകളാണെന്ന് ആഞ്ഞടിച്ചത് തോമസ് ചാഴിക്കാടനാണ്. എന്നിട്ടും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞത് ജനവിധി തിരിച്ചടിയല്ല എന്നാണ്. അതായത് മാറാൻ മനസ്സില്ലെന്ന്. വിജയനോ പരാജയനോ പാർട്ടിയിൽ ഒറ്റപ്പെടുന്നോ? പിണറായി തിരുത്തുമോ അതോ പിണറായിയെ തുരത്തുമോ? സ്വാഗതം ജനൻ ഡിബേറ്റിലേക്ക്. ജനൻ ഡിബേറ്റിൽ BJP നേതാവ് അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, വലതു നിരീക്ഷകൻ N ശ്രീകുമാർ, ഇടതു സഹയാത്രികൻ റജി ലൂക്കോസ് എന്നിവർ ഒപ്പം ചേരും. ആദ്യം റജി ലൂക്കോസിലേക്ക്. ശ്രീ റജി ലൂക്കോസ്, തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ അവിടെ ഉയർന്നു പൊങ്ങിയ ചോദ്യങ്ങൾ, പിന്നീട് ശക്തമായ വിമർശനങ്ങൾ പാർട്ടിക്കുള്ളിൽ നിന്ന്, ഘടകകക്ഷികളിൽ നിന്ന്, മാറ്റമുണ്ടാകണമെന്ന ആവശ്യങ്ങൾ എങ്ങനെ പ്രതിരോധിക്കും? ഹലോ, ഒരു പാർട്ടി അതറിയാമല്ലോ. ഇവിടെ CPM-നെ നന്നാക്കാനായിട്ട് നിങ്ങളുടെ കഠിന ശ്രമം ഒന്നും നടത്തണ്ട. അതൊക്കെ പാഴ്വേലയാകത്തുള്ളൂ. കാരണം CPM എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം ജനങ്ങളുടെ വിധിയെഴുത്തിൽ പരാജയപ്പെട്ടാൽ, അല്ലെങ്കിൽ ജനങ്ങൾ താക്കീത് കൊടുത്താൽ അതിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുകയും, അല്ലെങ്കിൽ ഞാനത് പറഞ്ഞ് പൂർത്തീകരിക്കട്ടെ. നിങ്ങളിങ്ങനെ തുടക്കത്തിലെ ഇടപെടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ നിശബ്ദനായിരിക്കും കേട്ടോ. കാരണം 3 പേരെ ചർച്ചയ്ക്കുള്ളൂ. ഞാൻ പറയട്ടെ കൃഷ്ണ, ഞാൻ പറയാൻ അനുവദിക്കേ. അതായത് CPM-നെ സംബന്ധിച്ചോളം ഇപ്പോൾ നിങ്ങളുടെ ആ ഇൻട്രോയിൽ കൃഷ്ണാജി പറഞ്ഞു വിജയൻ പരാജയമാണോ അതോ വിജയനെ തള്ളിക്കളയോ എന്നൊക്കെ ഒരു ചോദ്യം ചോദിച്ചു. വിജയനൊരു പരാജയം അല്ലെന്ന് മാത്രമല്ല, വിജയൻ എന്ന് പറയുന്നതാണല്ലോ 2016 മുതൽ ഇങ്ങോട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് CPM-നെ നന്നാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 4.25 ലക്ഷം വോട്ട് കിട്ടിയ നരേന്ദ്രമോദി 2019 ആകെപ്പാടെ വാരണാസി മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത്, നോമിനേഷൻ കൊടുക്കേണ്ട അന്നും പിന്നെ ലാസ്റ്റ് 2 ദിവസങ്ങൾക്ക് മുമ്പുള്ള ഇത്തവണ സഭാ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടതും സത്യപ്രതിജ്ഞ ചെയ്ത് സഭയ്ക്കുള്ളിൽ ഇരുന്നതും 3-ാം ഊഴം. ഇത് കേൾക്കൂ സാർ. അല്ല, ഇത് ഞാനത് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇത് ഇങ്ങനെ തന്നെ ഇങ്ങനെ മനഃപൂർവ്വം ഇടപെടുന്നതല്ല. ഉപചോദ്യങ്ങളുണ്ടാവും. അങ്ങ് ക്ഷമിക്കണം. 3.5 ഉപചോദ്യങ്ങൾ ഉണ്ടാകുന്നതിന് ഒരു ഗ്യാപ്പ് വേണ്ട. ഇത് ഇടതുപക്ഷ പ്രതിനിധിയെ വിളിച്ചിരുത്തിട്ട് അയാൾ വാ തുറക്കുമ്പോഴെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ചോദ്യം എല്ലാം ആദ്യം ആരോപിക്കുന്ന കാര്യങ്ങൾക്ക് കൂടി മറുപടി പറയാനുള്ള സമയം അങ്ങേക്ക് തരും, ഒരു സംശയവുമില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തവണ ആ മണ്ഡലത്തിൽ പോയി പര്യടനം നടത്തിയിട്ടും? അല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ ഇങ്ങനെ ചോദിക്കണം. അവരോട് വാ തുറക്കുമ്പോഴേ ചോദിച്ചില്ലെങ്കിൽ അടുത്ത ചോദ്യത്തിനുള്ള മറുപടി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അല്ല, അത് സംശയിക്കാനൊന്നുമില്ല നിങ്ങൾ. അപ്പൊ അല്ല, ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ. കൃഷ്ണാജി ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞു. കൃഷ്ണാജി ചർച്ചയിൽ എന്നെ പൂർണ്ണമായിട്ട് പങ്കെടുപ്പിക്കാൻ അനുവദിക്കാമെന്ന് എനിക്ക് ഉറപ്പായി കഴിഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ വളരെ തമാശയായിട്ട് പറയുന്നില്ല, ഗൗരവത്തിൽ പറയുവാണ്. ഇടതുപക്ഷ പ്രതിനിധിയെ എന്നെ ചർച്ച ചെയ്തിട്ട് സംസാരിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ ഞാൻ നിശബ്ദനായിട്ടിരിക്കും. ഒരു സംശയമില്ല കാര്യത്തിൽ. നിങ്ങൾ അങ്ങനെ ചർച്ചയ്ക്ക് വിളിച്ചു വരുത്തി ഇരുത്തിയിട്ട് നിങ്ങൾ ഇങ്ങനെ മാറൂ. അങ്ങയോട് എന്താണ് ഒരു തരത്തിലുള്ള വിദ്വേഷവും ഞങ്ങൾക്കില്ല. അങ്ങ് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമെന്ന് ഞങ്ങൾക്കറിയാം. തുടക്കത്തിലെ പിണങ്ങല്ലേ? അല്ല, അങ്ങനെയാണെന്നുണ്ട്. അല്ല കൃഷ്ണാജി, അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണ് പിന്നെ എന്തിനാണ് എന്നെ ഇങ്ങനെ തടസ്സപ്പെടുത്തുന്നത്? എന്റെ സിമ്പിൾ ചോദ്യമല്ല. ഞാൻ വളരെ ഓണറബിൾ ആയിട്ടാണ് ചോദിക്കുന്നത്. എന്തിനാണ് തടസ്സപ്പെടുന്നത്? ഞാൻ നരേന്ദ്രമോദി തുടങ്ങിയപ്പോഴും നിങ്ങൾ ബ്രേക്ക് ചെയ്തു.
നിൽക്കേ 2019 കിട്ടിയതിനേക്കാളും 13 തവണ സന്ദർശിച്ചിട്ടും തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയിട്ടും 3.5 ലക്ഷം രൂപ വോട്ട് നഷ്ടപ്പെട്ട ഒരു പ്രധാനമന്ത്രിയാണ് മൂന്നാം വട്ട തെരഞ്ഞെടുപ്പിനായി ഇന്ന് പ്രധാനമന്ത്രിയായിട്ട് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത്. പിന്നെ കൂടാണ്ട് തന്നെ ഒറ്റയ്ക്കൊരു ഭൂരിപക്ഷം കിട്ടിയില്ല. 400 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞ് രാജ്യത്ത് മുഴുവൻ വിളംബരം നടത്തിയ ഒരു പ്രധാനമന്ത്രിക്ക് ഇന്നൊരു സ്വന്തമായി ഭൂരിപക്ഷം കേവല ഭൂരിപക്ഷം ഇല്ലാത്തൊരു പാർട്ടിയുടെ നേതാവായി ഘടകകക്ഷികളുടെ ഔദാര്യത്തിൽ നിന്ന് ഭരിക്കേണ്ട സാഹചര്യം ഒന്നും ഏതായാലും LDF വന്നിട്ടില്ല. ഇടതുപക്ഷം 2019 ഇതുപോലെ തന്നെ ഒരു വേദനയോടുകൂടി ഒരു വിഷമത്തോടുകൂടി ജനവിധിയെ ഞങ്ങൾ ഏറ്റുപിടിച്ചവരാ. അന്ന് ഞങ്ങൾ കരുതിയത് എന്തിനാ, നിങ്ങളിപ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങളെ ഞങ്ങളെ ജനം ശിക്ഷിച്ചു. പക്ഷെ ഞങ്ങളെ ജനം ശിക്ഷിച്ചതല്ല, ദേശീയ കാഴ്ചപ്പാടുള്ള കേരളത്തിലെ ജനങ്ങൾ അത് രാഹുൽ ഗാന്ധിയുടെ വരവോടുകൂടി അദ്ദേഹം പ്രധാനമന്ത്രിയാവുമെന്ന് കരുതി അദ്ദേഹത്തിൻ്റെ കക്ഷിക്ക് വോട്ട് ചെയ്തു. ദേശീയ കാഴ്ചപ്പാടുകൂടി ഞങ്ങൾ ജയിച്ചാലും അവർ ജയിച്ചാലും പാർലമെന്റ് കൈവെക്കുന്ന ഒരു ഒറ്റ മുന്നണിക്ക് വേണ്ടിയിട്ടാണ്. 2019 അതുപോലും ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങളെ 2021 നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ തകർക്കാൻ ശ്രമിക്കുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളം അത് 9 സീറ്റ് അതിൽ നിന്ന് ഞങ്ങൾ അധികാരത്തിലെത്തി. ഇപ്പോഴും നിങ്ങളുടെ മുമ്പിൽ പിന്നെ എന്താ പറയുക, സൂര്യൻ ഉദിച്ചിട്ടില്ല. അതാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുത പറയാം. തെറ്റുകൾ തിരുത്താൻ ആർജമുള്ളൊരു കക്ഷിയാണ് CPM എന്ന് പറയുന്നത്. തെറ്റുകൾ സംഭവിച്ചാൽ അത് ഏറ്റുപറയും. കഴിഞ്ഞ ഞങ്ങളുടെ 2 ദിവസത്തെ സെക്രട്ടേറിയറ്റിലും അതിനുശേഷം 3 ദിവസം നടന്ന സംസ്ഥാന സമിതിയിലും ഉണ്ടായ ഉരുത്തിരിഞ്ഞ അഭിപ്രായങ്ങളും പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങളും പിന്നെ ഏതെങ്കിലും ഒരു വിഭാഗത്തിനെതിരെ ആരെങ്കിലും വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അവകാശവും അധികാരവും. നോക്കൂ, ഈ ശൈലി മാറ്റം ആവശ്യമില്ല. പാർട്ടിയുടെയും സർക്കാരിൻ്റെയും നെടും തൂണാണ് പിണറായി എന്ന് MV ഗോവിന്ദൻ പറയുന്നു. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഒരു പൊതുവേദിയിൽ മുഖ്യമന്ത്രി പറഞ്ഞത് ഫലം തിരിച്ചടിയല്ല, ഭരണവിരുദ്ധ വികാരം കൊണ്ടല്ല തോറ്റത് എന്നുമാണ്. ഈ രണ്ടും കൂടി ചേർത്ത് വായിക്കൂ. എന്നിട്ട് എന്തു പാഠമാണ് നിങ്ങൾ പഠിച്ചത്? അല്ല, ഞാൻ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് 2019 ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഞങ്ങൾക്കെതിരെ ഒരു വിധി എഴുതിയുണ്ട്. ഞങ്ങൾക്കെതിരെയുള്ള ദേശീയ കാഴ്ചപ്പാട് കൂടി അന്ന് 19 UDF വിജയിപ്പിച്ചു. 1977 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം രാജ്യം മുഴുവനും, കേരളം ഒഴിച്ചുള്ള രാജ്യം മുഴുവനും അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ജനാധിപത്യ ഹത്യക്കെതിരെ വോട്ട് ചെയ്തപ്പോൾ കേരളത്തിലെ ജനങ്ങൾ 20 UDF ജയിപ്പിച്ചുകൊണ്ട് ചരിത്രമുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ അത്. ഇത്തവണയും ജനങ്ങൾ പിന്നെ ദേശീയ വികാരം അനുസരിച്ച് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ജനാധിപത്യത്തിനെയും മാധ്യമത്തിനെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും വിലക്കേർപ്പെടുത്തിയ ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് രാജ്യത്തെ ജനങ്ങൾ ഒത്തുചേർന്നപ്പോൾ നിങ്ങളുടെ പിന്നെ എന്താ പറയുക, പർദീസ് എന്നറിയപ്പെടുന്ന UP പോലും പിന്നെ ഭൂരിപക്ഷം സീറ്റ് പോലും കിട്ടാതെ കണ്ട് വളരെ തകർന്നടിഞ്ഞൊരു സാഹചര്യത്തിലേക്ക് ജനങ്ങൾ വിധി എഴുതിയപ്പോൾ ആ വിധിക്കൊപ്പം കേരളത്തിലെ ജനങ്ങളും പങ്കാളിയായോ ഇല്ലയോ എന്നുള്ളതല്ല ചോദ്യം. അതിനുപരിയായിട്ട് അവർ ദേശീയ കാഴ്ചപ്പാടുകൂടി പിന്നെ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മുന്നണിക്ക് അവർ വോട്ട് ചെയ്തു. അത് ഞങ്ങൾക്കെതിരെയുള്ള ശിക്ഷയായിട്ടാണ് നിങ്ങൾ കണക്കാക്കുന്നതെങ്കിൽ ഞങ്ങളത് ശിക്ഷ വഹിക്കാൻ തയ്യാറാണ്. മുൻപ് പലവട്ടം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ശക്തമായി തിരിച്ചു വന്നിട്ടുണ്ട് CPM അടങ്ങുന്ന LDF, ഒരു സംശയവുമില്ല, അത് വസ്തുതയാണ്. പക്ഷേ ഇത്തവണത്തെ തോൽവി അത്ര എളുപ്പം നിങ്ങൾക്ക് തിരിച്ചു വരാൻ പാകത്തിലുള്ളതാണെന്ന് മനസ്സ് തുറന്നങ്ങേക്ക് പറയാൻ കഴിയുമോ? നിങ്ങളുടെ വ്യാഖ്യാനമല്ലേ. ജനം TV ഇരുന്നുകൊണ്ട് കൃഷ്ണരാജൻ അങ്ങനെ പറയാൻ പറ്റും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇവിടെ ഒരു BJP സാമ്രാജ്യം കെട്ടിപ്പൊക്കണമെന്നും കേരളത്തിലെ UDF കോൺഗ്രസും തകരണമെന്നും കോൺഗ്രസും LDF തകരണമെന്നാ അത് പറയാനുള്ള ചോദിക്കാനുള്ള അവകാശം കൃഷ്ണരാജനുണ്ട്. ഞാൻ അഭിപ്രായത്തെ മാനിക്കുന്നു. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങൾക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് ഷെയർ കൂടുപോയത് ഞങ്ങൾ UDF തമ്മിൽ 18 സീറ്റിൽ ജയിച്ച UDF തമ്മിലുള്ള വ്യത്യാസം എത്രയെന്നറിയോ? കൃഷ്ണരാജൻ എന്നെക്കാൾ അറിയാലോ. കേവലം 1% മാത്രം വ്യത്യാസമുള്ളൂ. അപ്പോൾ ജനങ്ങൾ ഞങ്ങളിൽ നിന്ന് അകന്നിട്ടില്ല. അതിൻ്റെ പേരിൽ ജനവിധിയെ ഞങ്ങൾ മാനിക്കാതിരുന്നിട്ടുമില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇവിടുത്തെ കുറേ മാധ്യമങ്ങൾ കഴിഞ്ഞ 8 വർഷമായിട്ട് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെതിരെ നടത്തിയ ആക്രമണങ്ങളും കള്ളക്കഥകളും കെട്ടുകഥകളും എത്രയോ ഭീകരമായിരുന്നു. അത് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിച്ചോ? അങ്ങനെ വിശ്വസിച്ചിരുന്നു എങ്കിൽ എന്തുകൊണ്ടാണ് ഞങ്ങളെ പിന്നെയും ഈ സംരക്ഷണ കവചം തീർക്കുന്ന ന്യൂനപക്ഷങ്ങളെ ഭൂരിപക്ഷങ്ങളുടെ അവശമുള്ള ജനങ്ങളെ ഒന്നിച്ചു നിർത്തുന്ന ഏറ്റവും വലിയ ഭീകരമായിട്ടുള്ള ഈ താഴെത്തട്ടിലടക്കം എറണാകുളം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലാ കമ്മിറ്റികളൊക്കെയും പിണറായി വിജയനെ ചോദ്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് സോഴ്സുകൾ, പുറത്തുവരുന്ന വാർത്തകളും. പാർട്ടി നേതൃത്വം CPM അങ്കലാപ്പിലോ? അല്ല, ഈ 2019 തെരഞ്ഞെടുപ്പും 2024 തെരഞ്ഞെടുപ്പും തമ്മിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ലോക്സഭാ ഇലക്ഷനിൽ വലിയ വ്യത്യാസമുണ്ട്. 2019 അത് ശബരിമല വിഷയം ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായി മാറി. അതാണ് ഇടതുപക്ഷത്തിന് വലിയൊരു ക്ഷീണം സംഭവിച്ചത്. അതോടൊപ്പം രാഹുൽ ഗാന്ധിയുടെ പെട്ടെന്നുള്ള കടന്നുവരവും. ഇത്തവണ രാഹുൽ ഗാന്ധി ഇവിടെ ഉണ്ട്,
അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ എഫക്റ്റ് കഴിഞ്ഞ തവണ അത്ര ഇല്ലെങ്കിലും ഒരു ചെറിയ തോതിലൊക്കെ ഇത്തവണയുണ്ട്. പക്ഷേ ഇത്തവണ ശബരിമല ഇല്ല. ഇത്തവണ ഇടതുപക്ഷത്തിന് പറയാൻ, ഞങ്ങൾ ശബരിമലയിൽ കോടതി വിധി നടപ്പിലാക്കാൻ പോയപ്പോഴാണ് ഞങ്ങൾക്ക് കുഴപ്പങ്ങൾ ഉണ്ടായത് എന്ന് പറയാനില്ല. ഇത്തവണ കേരള ഗവൺമെൻറ്റിൻ്റെ കഴിഞ്ഞ ഏതാണ്ട് 2 വർഷത്തിലധികമായിട്ടുള്ള ഈ സർക്കാരിൻ്റെ പ്രകടനമാണ് വിലയിരുത്തപ്പെട്ടത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ സംസ്ഥാന സർക്കാർ നേരിടുന്ന വലിയ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ ഈ സംസ്ഥാന സർക്കാരിന് സാധിക്കാത്തതാണ്. അതോടൊപ്പം തന്നെ പെൻഷൻ ലഭിക്കാത്തൊരു കാര്യം, വലിയ തോതിലുള്ള അസ്വാരസ്യം താഴെത്തട്ടിലെ ജനങ്ങളുടെ ഇടയിലുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് പല സ്ഥലത്തും വീട് കയറാൻ പോയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരോട് സാധാരണക്കാർ, അതായത് പാർട്ടി അണികളും അനുഭാവികളുമായ ആളുകൾ തട്ടിക്കയറിയ സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇത്തവണത്തെ വോട്ട് ഒന്ന് നോക്കണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടിയിരിക്കുന്ന വോട്ട് 33% വോട്ടാണ്. എന്ന് വെച്ചാൽ കേരളത്തിലെ ജനങ്ങളുടെ 1/3 ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കൂടെയുള്ളത്. ഐക്യമുന്നണിക്ക് കിട്ടിയിരിക്കുന്നത്, UDF കിട്ടിയിരിക്കുന്നത് 45% വോട്ടാണ്. അതും 2% കുറഞ്ഞതാണ്. ഇതും 2% കുറഞ്ഞതാണ്. അപ്പോൾ ഇടതുപക്ഷത്തിന് ഉണ്ടായിരുന്നൊരു മേൽക്കോയ്മ, കേരളത്തിലുണ്ടായിരുന്നൊരു മേൽക്കോയ്മ, അതിപ്പോൾ ലോക്സഭാ ഇലക്ഷൻ ആണെങ്കിലും ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പാണെങ്കിലും ഇടതുപക്ഷത്തിനൊരു മിനിമം വോട്ടുണ്ട്. ഒരു 35% താഴെ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് കുറഞ്ഞ ചരിത്രം ഉണ്ടായിട്ടില്ല. ഇത്തവണ അതും കുറഞ്ഞു 33. എന്ന് വെച്ചാൽ 1/3 ഇപ്പോൾ ഇടതുപക്ഷം ഉള്ളൂ കേരളത്തിൽ. അപ്പോൾ ഇതൊക്കെ വലിയ പ്രതിസന്ധിയാണ്. 19 പോലെയാണ് 24, ഞങ്ങൾ 21 വന്നതുപോലെ 26 വരും, അതൊക്കെ പറയാം. പിന്നെ മോഡിക്ക് ഭൂരിപക്ഷം കുറഞ്ഞു, അതും പറയാം. അതൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. BJPക്ക് സീറ്റിൻ്റെ എണ്ണം കുറഞ്ഞതെല്ലാം ഉണ്ട്. പക്ഷേ യാഥാർത്ഥ്യം കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ പരമ്പരാഗത വോട്ടർമാർ, പ്രത്യേകിച്ച് പിന്നാക്ക വിഭാഗങ്ങൾ, അവരെ കഴിയൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ പെൻഷൻ ലഭിക്കാത്ത പ്രശ്നമുണ്ട്. പിന്നെ ചില അപകടകരമായ പ്രവണത അവർ കാണുന്നുണ്ട്. അതായത് നാട്ടിൽ നടക്കുന്ന വിഷയമൊന്നും അല്ല പിണറായി വിജയനും ആളുകൾക്കും വിഷയം. അങ്ങ് ഹമാസ് ഒക്കെയാണ് വിഷയം, പാലസ്തീനൊക്കെയാണ് വിഷയം. അപ്പോൾ കാര്യങ്ങൾ കൈവിട്ട് പോവുകയാണ്. ഇടതുപക്ഷം അവരുടെ പരമ്പരാഗത വോട്ട് ബാങ്കായ പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്നും അവരുടെ ശ്രദ്ധ മാറി വേറെ ചില സമുദായങ്ങളിലും അവരുടെ അഖില ലോക പ്രശ്നങ്ങളിലേക്കും നീങ്ങുകയാണ് എന്ന് മനസ്സിലായപ്പോൾ ഉണ്ടായ ചില മേഖലകളിൽ, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലുണ്ടായ ശക്തമായ പ്രതിഷേധം BJPക്ക് വൻതോതിലുള്ള വോട്ട് ലഭിക്കാനുള്ള സാഹചര്യമുണ്ടാക്കി. പ്രത്യേകിച്ച് ആറ്റിങ്ങൽ, ആലപ്പുഴ മണ്ഡലങ്ങളിൽ. അതാണ് ഇത്തവണ ഇടതുപക്ഷത്തിൻ്റെ കനത്ത പരാജയത്തിന് കാരണം. അതോടൊപ്പം BJPയുടെ വോട്ട് കൂടിയത്, തൃശ്ശൂർ ജയിച്ചത്, ഇതൊക്കെ കാരണം അതാണ്. തീർച്ചയായും പിണറായി സർക്കാർ ഉത്തരം പറയേണ്ടി വരും. ജനങ്ങളോടല്ല, പത്രക്കാരോടല്ല. ഈ പാർട്ടിയെ വിശ്വസിച്ച് ഇത്രയും കാലം കൂടെ നടന്ന ഒരു വലിയ വിഭാഗം ജനങ്ങളുണ്ട്. അവരുടെ ചോദ്യത്തിന് മുമ്പിൽ ഉത്തരം പറഞ്ഞേ പറ്റൂ. പക്ഷേ പറയാൻ ഉത്തരവൊന്നുമില്ല. കാരണം അവർക്ക് ഹമാസും പാലസ്തീനൊന്നും പറഞ്ഞാൽ അവർക്ക് ദഹിക്കൂല. അവർക്ക് അവരുടെ പ്രശ്നങ്ങളാണ്, അവരുടെ പ്രശ്നങ്ങളോടല്ല താല്പര്യമെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ഗുരുതരമായ പ്രതിസന്ധി തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീകുമാർ, അതായത് വർഷങ്ങൾക്ക് ശേഷം പാർട്ടിയിലെ ശക്തനായ ഒരു പ്രധാനപ്പെട്ട നേതാവിനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ വിമർശനമുയരുന്നു. അത് ഒരിടത്ത് അവസാനിക്കുന്നില്ല, അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പ്രതിപക്ഷം ഇതൊക്കെ കണ്ട് ആസ്വദിക്കുന്നുണ്ടാകുമോ? നോക്കൂ കൃഷ്ണരാജ്, പ്രതിപക്ഷം ആസ്വദിക്കുന്നത് ഈ വിജയത്തിൽ മാത്രമാണ്. കാരണം CPM-ലത്തെ നമ്മൾ ഈ കേൾക്കുന്ന പല ജില്ലകളിലുമുള്ള അവരുടെ ജില്ലാ കമ്മിറ്റികൾ നടക്കുന്ന വിമർശനങ്ങളൊക്കെ പുറത്തിങ്ങനെ വരുന്നു എന്നുണ്ടെങ്കിലും ആര് പറഞ്ഞു, ഏത് നേതാവ് പറഞ്ഞു എന്നൊരു ചോദ്യമുണ്ട്. അതിന് ഇതുവരെ നമുക്ക് ഉത്തരം കിട്ടുന്നില്ല. ആരെങ്കിലും ഏതെങ്കിലും ഒരു മുഖം നമ്മുടെ മുമ്പിൽ തെളിയണ്ടേ? ഒന്നിൽ സംസ്ഥാന കമ്മിറ്റിയിൽ ഇന്ന ആൾ പറഞ്ഞു, അല്ലെ ജില്ലാ കമ്മിറ്റി ഇന്ന ആൾ പറഞ്ഞു എന്നൊന്നും ഇല്ല. ഇങ്ങനെ വരുന്നതേ ഉള്ളൂ. അപ്പോൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. ആ പറഞ്ഞതൊക്കെ എടുത്ത് വാർത്താമാധ്യമങ്ങളിൽ വരേണ്ടത് അവരുടെ ആവശ്യമാണ്. കാരണം CPM-ൽ പാർട്ടിക്കുള്ളിൽ ജനാധിപത്യം ഇപ്പോഴും ഉണ്ട് എന്ന് കാണിക്കേണ്ടത് അവരുടെ കൂടി ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ജില്ലാ കമ്മിറ്റികളിൽ വിമർശനം ഉണ്ടെന്നൊക്കെ ഉള്ളൊരു പബ്ലിസിറ്റി അവർ മനഃപൂർവ്വം ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്.
പക്ഷെ നോക്കൂ, ഇവിടെ നമ്മൾ വലിയൊരു ഭീകരമായൊരവസ്ഥ CPM-നെ കാത്തിരിക്കുന്നത്. അവർക്കിനി ആരാണ് നേതാവുള്ളത്? പിണറായി വിജയൻ കഴിഞ്ഞാൽ അവരുടെ രണ്ടാമത്തെ ഒരു നേതാവിൻ്റെ പേര് നിങ്ങൾ പറയൂ. അത്രയും നേതാവില്ല. ഇപ്പോൾ പഴയ കാലത്തിനാണെങ്കിൽ അവർക്ക് VS ആണെങ്കിലും നയനാരാണെങ്കിലും അതുപോലെ തന്നെ പിണറായി വിജയനാണെങ്കിലും കോടിയേരി ബാലകൃഷ്ണനാണെങ്കിലും അതുവരെ ഉണ്ട്. പിന്നീട് ഇപ്പോൾ നമ്മൾ MV ഗോവിന്ദൻ മാഷ് പാർട്ടി സെക്രട്ടറിയായിട്ട് വരുമ്പോൾ അദ്ദേഹം പിണറായി വിജയൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരാളായിട്ടാണ് വരുന്നത്. നേരെ മറിച്ച് അഭിപ്രായം പറയുന്നില്ല. കോടിയേരിയും പിണറായിയും തമ്മിലുള്ള ബന്ധം ഒരു ഫ്രണ്ട്ഷിപ്പായിരുന്നു, ഒരു ചെങ്ങാത്തമായിരുന്നു. ഗോവിന്ദനും പിണറായിയും തമ്മിലുള്ള ബന്ധം അങ്ങനെയല്ലല്ലോ. കാരണം ഗോവിന്ദനെക്കാട്ടിലും സീനിയറായ EP ജയരാജൻ അപ്പുറത്ത് നിൽപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് വേറെ ഇനി പാർട്ടിയിൽ നേതാവില്ല, നയിക്കാൻ ആൾ കുറഞ്ഞു വരികയാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഈ പിണറായി വിജയനെതിരെ വിമർശനം വരുമ്പോൾ അവരിത് തടയുന്നത്, പാർട്ടി തടയുന്നത്. ശരിക്കും ഇവിടെ പിണറായി വിജയനല്ല ശൈലി തിരുത്തേണ്ടത്. നമ്മളൊക്കെ പറയും പിണറായി വിജയൻ ശൈലി തിരുത്തണമെന്ന്. പിണറായി വിജയനൊരു ശൈലിയുണ്ട്. പക്ഷെ ആ ശൈലി തെറ്റാണെന്ന് തോന്നുമ്പോൾ പാർട്ടി അതിൽ ഇടപെടണം. പക്ഷെ പാർട്ടി ഇടപെട്ടില്ലല്ലോ. പാർട്ടി അദ്ദേഹത്തെ പിന്താങ്ങുകയാണ് ചെയ്തത്. ഇപ്പോൾ ഓരോ വിഷയം വരുമ്പോഴും പാർട്ടി അദ്ദേഹത്തെ പിന്താങ്ങുന്നു. ആ സമയത്ത് പഴയ കാലത്ത് അങ്ങനെയല്ല, പാർട്ടി തിരുത്തുമായിരുന്നു. ഇതിപ്പോൾ പാർട്ടി തിരുത്തുന്നില്ല. അപ്പോൾ ശരിക്കും തിരുത്തേണ്ടത്, ശൈലി മാറ്റേണ്ടത് പാർട്ടിയാണ്. അപ്പോൾ പാർട്ടി ശൈലി മാറ്റണം എന്ന് പറയേണ്ടത് ആരാണ്? പ്രവർത്തകരും നേതാക്കളുമാണ്. അപ്പോൾ പാർട്ടിയുടെ ശൈലിയാണ് ദോഷം ചെയ്തത് എന്ന് വരുത്തുന്നത് CPM-ലെ എല്ലാ നേതാക്കൾക്കും ഇഷ്ടമല്ല. കാരണം അനുഭാവികൾ അകലും. പാർട്ടിക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞാൽ അനുഭാവികൾ അകലും. അനുഭാവികൾ അകന്നാൽ പിന്നെ വോട്ട് പോകും. ഇപ്പൊ പ്രവർത്തകർ മാത്രമേ CPM-ലുള്ളൂ. ഇപ്പൊ ബംഗാളിൽ സംഭവിച്ച അതാണ്. പ്രവർത്തകരും അനുഭാവികളും ഒന്നിച്ചു പോയി. പക്ഷെ കേരളത്തിലെ പ്രവർത്തകരുണ്ടാവും. കാരണം അത്ര ശക്തമാണ് ആ പാർട്ടി, സംശയമില്ല. പ്രവർത്തകരുണ്ടാവും, അനുഭാവികൾ ഉണ്ടാവില്ല. ഇപ്പൊ ഇവരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, പരമ്പരാഗത CPM വോട്ടുകൾ. അങ്ങനെ വോട്ടിപ്പോൾ ഇല്ല. CPM-ന് അങ്ങനെ പരമ്പരാഗത വോട്ടുകൾ ഇല്ല. പരമ്പരാഗത വോട്ടുകൾ എന്ന് പറഞ്ഞിരുന്നത് ഒരു തലമുറയുടെ വോട്ടായിരുന്നു. 2000-ന് ശേഷം ജനിച്ച നമ്മുടെ നാട്ടിൽ 18 വയസ്സ് കഴിഞ്ഞ യുവാക്കളൊക്കെ ഇനി അത് പരമ്പരാഗത വോട്ടെന്ന് പറയാൻ പറ്റുമോ? പരമ്പരാഗതമായിട്ട് വോട്ട് ചെയ്തവരൊക്കെ മരിച്ചുപോയി CPM-ന്. ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഇനി പുതിയ തലമുറയിലെ എല്ലാ പാർട്ടിക്കാർക്കും, ഞാനതാ പറഞ്ഞ എല്ലാ പാർട്ടിക്കാരും നേതാക്കളെയും അത് കണ്ടിട്ടാണ് മറ്റേ ചെറുപ്പക്കാരെ വോട്ട് ചെയ്യുന്നത്. അപ്പോൾ തൃശ്ശൂർ എനിക്കറിയാം, തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത ഒരു സുഹൃത്തിൻ്റെ മകൻ പറഞ്ഞത് രാഹുൽ ഗാന്ധിയും സുരേഷ് ഗോപിയും ഒക്കെയാണ് അവരുടെ നേതാക്കളെന്നാണ്. അവിടെ BJP ഇല്ല. ഞാനിത് പറയുമ്പോൾ ഇതൊരു ട്രെൻഡായിട്ട് ഇപ്പം മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ട്രെൻഡ് കാണുമ്പം ഈ പരമ്പരാഗത വോട്ടെന്ന് പറഞ്ഞാൽ എന്തടിസ്ഥാനത്തിലാണ്? എന്താണ് പരമ്പരാഗത വോട്ടെന്നവർ പറയുന്നത്? ഈഴവാദി പിന്നോക്കക്കാരുടെ വോട്ടെന്നാണ് പണ്ട് EMS നമ്പൂതിരിപ്പാട് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈഴവാദി പിന്നോക്കക്കാരെ എന്ന് പറയുമ്പോൾ ഇന്ന് ഈഴവ സമുദായം SNDP അവർക്ക് SRPയുടെ പാർട്ടി ഉണ്ടാക്കി അവർ കേരളം ഭരിച്ചു. ഇന്നിപ്പോൾ BDJS ആയിട്ട് ഉണ്ടാക്കിയിട്ട് അവർക്ക് നേട്ടം ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അവർക്ക് മന്ത്രിയാകാൻ പറ്റുന്നില്ല, സംസ്ഥാനത്ത് കേന്ദ്രത്തിൽ അവർക്ക് MP ആകാൻ പറ്റുന്നില്ല. പക്ഷെ അവർക്ക് BDJS ഒരു പാർട്ടി ഇന്ന് BJPക്കൊപ്പം നിൽക്കുകയാണ്. മാത്രമല്ല SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നരേശൻ്റെ നയങ്ങൾ CPM-ൻ്റെ ഒപ്പമാണ്, BJPക്കൊപ്പമാണ്. ഇതിൽ രണ്ടു പാർട്ടിയും കുറ്റക്കാരാണ്. BJPയും കുറ്റക്കാരാണ്. കാരണം SNDP യോഗം ജനറൽ സെക്രട്ടറി BDJS-നെ വിമർശിക്കുന്നില്ല, മറിച്ച് CPM-നെ പിണറായി വിജയനെ വിമർശിക്കുന്നില്ല. ഇതെന്തൊരു രാഷ്ട്രീയമാണിത്? അപ്പോൾ അവിടെ പരമ്പരാഗത വോട്ടെന്ന് നമുക്ക് എന്തിനാ പറയാൻ പറ്റുക? NSS-ന് പരമ്പരാഗത വോട്ടുണ്ടോ? അവർക്കില്ല. ക്രിസ്ത്യൻ സമുദായത്തിനിടയിലുണ്ടോ? ഇല്ല. മുസ്ലിം സമുദായത്തിനിടയിലുണ്ടോ? ഇല്ല. അപ്പോൾ എല്ലാ സമുദായങ്ങളും ഇപ്പം മാറിക്കഴിഞ്ഞു. അതിപ്പോൾ കേരളത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ LDF ജയിച്ചാൽ പറയാം ന്യൂനപക്ഷ വോട്ട് മുഴുവൻ LDF-ന് പോയി എന്ന് പറയും. UDF ജയിച്ചാൽ പറയാം ന്യൂനപക്ഷ വോട്ട് മുഴുവൻ UDF പോയി എന്ന് പറയും. ഇതിൽ ഭൂരിപക്ഷ വോട്ടുണ്ട്. ഈ ഭൂരിപക്ഷ വോട്ട് എന്ന് പറയുന്നത് വിഭജിക്കപ്പെട്ടു പോകുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഇത്തവണ സംഭവിച്ചത് എന്താണ്? ഭൂരിപക്ഷ വോട്ടും വിഭജിക്കപ്പെട്ടു, ന്യൂനപക്ഷ വോട്ടും വിഭജിക്കപ്പെട്ടു. അതുകൊണ്ട് CPM-ന് ജയിക്കാൻ പറ്റിയില്ല. മറിച്ച് കോൺഗ്രസ് എന്ത് നേട്ടം ഉണ്ടായി? നേരത്തെ ശ്രീപത്മനാഭൻ പറഞ്ഞതുപോലെ LDF ഗവൺമെന്റിനെതിരായ ഭരണവിരുദ്ധ വികാരം CPM-ന്റെ അനുഭാവികളെ മൊത്തം അകറ്റിക്കളഞ്ഞു. അങ്ങനെ മൊത്തം അകറ്റിയപ്പോൾ ആ വോട്ട് മുഴുവൻ UDF-ലേക്ക് പോയി. പക്ഷെ CPM എന്താ പറയുന്നത്? UDF-ന്റെ വോട്ട് BJP പോയി എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ BJP അല്ലേ ജയിക്കേണ്ടത്? LDF അല്ലല്ലോ. UDF-ന്റെ വോട്ട് BJPക്ക് പോയാൽ BJP ജയിക്കണം. BJP-യോട് ജയിച്ചു. അതെ, CPM വോട്ടുകൾ ചോർന്നുവെന്ന ആശങ്കയാണ് കോട്ടയം ലോക്സഭാ സീറ്റിൽ മത്സരിച്ച തോമസ് ചാഴിക്കാടൻ ഇന്ന് സംശയം പ്രകടിപ്പിച്ചത്. നോക്കൂ റജി ലൂക്കോസ്, അതായത് ഈ പിണറായിക്കൊപ്പമാണ് പാർട്ടി എന്നാണ് ഇപ്പോഴും
എം.വി. ഗോവിന്ദൻ പറയുന്നത്. അത് പാർട്ടിയുടെ ആവശ്യമാണ്, അല്ലെന്നല്ല. പക്ഷേ വിമർശനങ്ങൾ ഉയരുമ്പോൾ, ജില്ലാ ഘടകങ്ങളിലടക്കം വിമർശനങ്ങൾ ഉയരുന്നുവെന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ അപ്പോഴും എം.വി. ഗോവിന്ദൻ, പാർട്ടി സംസ്ഥാന സെക്രട്ടറി, പറയുന്നത് പാർട്ടിയുടെയും സർക്കാരിൻ്റെയും നെടും തൂണാണ് പിണറായി വിജയൻ എന്നാണ്. അതായത് 2 ചോദ്യങ്ങൾ പ്രസക്തമാകുന്നു. ഒന്ന്, പാർട്ടിയെയും നയിക്കുന്നത് പിണറായി വിജയനോ? 2, പിണറായിക്കെതിരായ എതിർ ശബ്ദങ്ങളെ മുളയിലേ നുള്ളുന്നോ എം.വി. ഗോവിന്ദൻ? അതിന് മറുപടി പറഞ്ഞതിന് മുമ്പായിട്ട് ശ്രീപത്മനാഭ സാറ് പറഞ്ഞ ഒരു ആരോപണത്തിനൊരു മറുപടി പറഞ്ഞിട്ട് ഞാനിതിലേക്ക് വരാം. അദ്ദേഹം പറഞ്ഞു CPM ഹമാസിനെ പിന്തുണയ്ക്കുന്നു പറഞ്ഞു. സാറ് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നൊരു കാര്യം ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുക. ഞങ്ങൾ ഹമാസിനെ ഒരിക്കലും പിന്തുണച്ചിട്ടില്ല. ഹമാസ് ഒരു തീവ്രവാദി പ്രസ്ഥാനമാണ്. ഞങ്ങൾ പിന്തുണച്ച പാലസ്തീനിലെയും ഗാസയിലെയും വെടിയേറ്റ് മരിച്ചുകൊണ്ടിരിക്കുന്ന നിസ്സഹാരായ ജനതയാണ് ഞങ്ങൾ പിന്തുണച്ചത്. ഇത് തന്നെയാണ് നിങ്ങളുടെ പ്രധാനമന്ത്രി, നമ്മുടെ പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി പലതവണയായിട്ട് പറഞ്ഞത്. ഈ യുദ്ധം ഉണ്ടായതിനു ശേഷം ഞങ്ങൾ ഇന്ത്യ പാലസ്തീനോടൊപ്പമാണ്. ആദ്യം പറഞ്ഞ് ഇസ്രായേലിനൊപ്പം, പിറ്റേ ദിവസം തിരുത്തി ഈ പാലസ്തീൻ ആവശ്യമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ കൊടുക്കാനായിട്ട് ഇന്ത്യ തയ്യാറാണ്. എന്തിനധികം ഇസ്രായേലിനോട് യുദ്ധം നിർത്താൻ പോലും ആവശ്യപ്പെട്ടു എന്നുവരെ പറഞ്ഞ ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ത്യ ഭരിക്കുന്നത്. അതേ കക്ഷിയുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ വക്താവായ ശ്രീപത്മനാഭ സാർ എങ്ങനെയാണ് ഞങ്ങളെ ഈ കാര്യത്തിൽ ഞങ്ങളെ മാത്രം കുറ്റപ്പെടുത്തുന്നത്? അപ്പോൾ നിങ്ങളുടെ നയം ഇസ്രായേലിന് അനുകൂലമാണോ അതോ പാലസ്തീന് അനുകൂലമാണോ? ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം, രാജ്യം മനസ്സിലാക്കിയെടുത്തോളം, ലോകം മനസ്സിലാക്കിയെടുത്തോളം പാലസ്തീൻ പൗരമാണ് BJP ഗവൺമെൻറ് നരേന്ദ്രമോദിയുടെയും നിലപാടെന്നുള്ളതാണ്. നയം അതാണ്, ഈ രാജ്യത്തിൻ്റെ നയം അതാണ്. അപ്പോൾ നിങ്ങൾ തള്ളിക്കളയുന്നത് ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി, നിങ്ങളുടെ തന്നെ നേതാവായ നരേന്ദ്രമോദിയാണ്. പിന്നെ പിണറായി തള്ളിക്കളയുന്നതിനെക്കുറിച്ചും ശ്രീകുമാർ സാർ പറഞ്ഞ ഒറ്റ വാക്കിന് മാത്രം പറയാം. സാറിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിലാണ്. സാറ് പറഞ്ഞത് BJPയിലേക്ക് ഞങ്ങളുടെ വോട്ട് പോയെന്നൊക്കെയാണ് പറഞ്ഞത്, അല്ലെങ്കിൽ BJPക്ക് വോട്ട് പോയാൽ അവർ ജയിക്കുകയെന്നാണ് പറഞ്ഞത്. തൃശ്ശൂർ നിങ്ങളല്ലേ അവർ ജയിപ്പിച്ചത്? 86,000 വോട്ട് നിങ്ങൾ കാണാനില്ല 2019. അതൊക്കെ നമ്മൾ പറഞ്ഞ കഥകളാണ്. നിങ്ങളാ ജയിപ്പിച്ചതെന്നുള്ള പരോക്ഷമായിട്ട് നിങ്ങളുടെ തന്നെ 3ാം സ്ഥാനത്ത് പോയ സ്ഥാനാർത്ഥിയായിരുന്നു K. മുരളീധരൻ പരസ്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുകയാണെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ചെയ്ത ഒറ്റ് അതുകൊണ്ടല്ലേ ആ വോട്ട് മറിഞ്ഞതിൻ്റെ പേരിലല്ലേ 6 മണിക്കൂർ നിങ്ങളുടെ കൂട്ടയടി ഉണ്ടായത് ശ്രീകുമാർ സാറിൻ്റെ ജില്ലയായ തൃശ്ശൂർ DCCയിൽ ഉണ്ടായത്. അപ്പം അതിനെക്കുറിച്ചൊന്നും പറയണ്ട, അതല്ല നമ്മുടെ വിഷയം എന്ന് പറയുന്നത്. പിന്നെ പിണറായി വിജയൻ, ഞാൻ ചോദിക്കട്ടെ, മോഹൻ ഭാഗവത് തള്ളിപ്പറഞ്ഞ പോലെ ഞങ്ങളുടെ പാർട്ടി കേരളത്തിനെ അപകടപരമായിട്ടുള്ള മനുഷ്യൻ പട്ടിണി കിടക്കേണ്ട മരണഭീതിയുള്ള സമയത്തും സംരക്ഷിച്ചു നിർത്തിയ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ഒരിക്കലും ഞങ്ങൾ തള്ളിപ്പറയത്തില്ല. അതേസമയം മോഹൻ ഭാഗവത് നരേന്ദ്രമോദിയെ തള്ളിപ്പറഞ്ഞു, അദ്ദേഹം മണിപ്പൂർ വിഷയത്തെ തള്ളിപ്പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ അഹംഭാവത്തിനും അഹങ്കാരത്തിനും എതിരെ ഏകാധിപതിയായിരുന്നു പറഞ്ഞ് തള്ളിപ്പറഞ്ഞു. ഞങ്ങളത് പറയത്തില്ല. കാരണം എന്തുകൊണ്ടാണ്? ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല. നിങ്ങൾ തന്നെ സമ്മതിക്കുകയാണ് പാർട്ടിക്കുള്ളിൽ ജനാധിപത്യമൊന്നുമില്ല, എന്ത് ചെയ്താലും തിരുത്തേണ്ടതുമില്ല എന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുകയാണ്. അത് കൃഷ്ണരാജിന്റെ അഭിപ്രായം. റെജി ലൂക്കോസ് എന്ന് പറഞ്ഞ് ചർച്ച പങ്കെടുക്കുന്ന അല്ല, എന്റെ സംശയമാണ് സാർ. ധർമ്മടത്ത് ഒരു ഘട്ടത്തിൽ LDF സ്ഥാനാർത്ഥി പിന്നിലേക്ക് പോയി. ധർമ്മടത്ത് 2000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് മുഖ്യമന്ത്രിയുടെ ചുവപ്പ് കോട്ടയിൽ ഉള്ളത്. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? രാഹുൽ ഗാന്ധി വന്ന് മത്സരിച്ചതുകൊണ്ടും ഷാഫി പറമ്പിൽ നിന്നതുകൊണ്ടും 20 പേർ ജയിച്ചാലും അവിടെ പോയി ഒരു മുന്നണിക്ക് വേണ്ടിയാണ് കൈപൊക്കേണ്ടത് എന്നുള്ളത് കൊണ്ടുമാണോ? പാർട്ടിക്ക് പുറത്ത് പ്രതിരോധിക്കാൻ എളുപ്പമാണ് CPM-ൽ, പക്ഷേ പുറത്തേക്ക് വരുമ്പോൾ എന്ത്? ഏതായാലും ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം വലിയ പ്രതിസന്ധി, വിമർശനങ്ങൾക്ക് നടുവിലാണ് പിണറായി എന്ന കാര്യത്തിൽ തർക്കമില്ല.